ജനറലൈസ് ചെയ്യാൻ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ ടൂട്ടാ പഹിയ എന്ന കവിതയും അതുപോലെ തന്നെ ഹതാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന കവിതയും സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കുന്ന രീതിക്ക് പഠിക്കാൻ പോവാണ്. നമുക്ക് നോക്കാം. ടൂട്ടാ പഹിയ എന്ന കവിത എഴുതിയത് ധർമ്മവീർ ഭാരതിയാണ്. ഓക്കെ, ആ കവിതയില് ഇതൊരു പ്രതീകാത്മക കവിതയാണ് നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്, നമ്മൾ കേൾക്കുന്നുണ്ട് അല്ലേ. നോക്കൂ, ടൂട്ടാ പഹിയ ലഘു മാനവ് കാ പ്രതീക് ഹൈ, അക്ഷൗഹിണി സേന ശക്തി और अधिकार का प्रतीक है, अभिमन्यु अधर्म के विरोधी के प्रतीक है, महारथी अधर्मी का प्रतीक है, ब्रह्मास्त्र अधिकार का प्रतीक है, चक्रव्यूह समस्याओं का प्रतीक है. ഓക്കെ, അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട പോയിന്റുകളാണ്. കാരണം നമ്മൾ ഈ ഒരു പാഠത്തിനെ ബേസ് ചെയ്തൊരു ആശയം എഴുതാനോ ആസ്വാദന കുറിപ്പ് എഴുതാനോ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്തെഴുതും? സ്റ്റാർട്ടിംഗ് റൈറ്ററിന്റെ പേര് എഴുതുന്നു, ഈ കവിതയുടെ വിശേഷണങ്ങൾ എഴുതുന്നു. നാലാമതായിട്ട് കുറച്ച് കാര്യങ്ങൾ എഴുതുന്ന കൂട്ടത്തിൽ നമ്മൾ ഇതൊരു പ്രതീകാത്മക കവിതയാണെന്ന് പറയുമ്പോൾ ഇത്രയും പോയിന്റ്സുകൾ നമുക്ക് എഴുതാൻ വേണ്ടി സാധിക്കും. ഇതും കൂടെ അവിടെ ഉൾപ്പെടുത്താൻ സാധിക്കും. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. टूटा पहिया कविता धर्मवीर भारती. आधुनिक हिंदी साहित्य के एक प्रमुख कवि श्री धर्मवीर भारती की एक बहुचर्चित कविता है टूटा पहिया. वह पुराण पर आधारित एक कविता है, एक प्रतीकात्मक रचना है. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ റൂട്ടിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രതീകാത്മക രചന എന്ന് പറഞ്ഞു. അതിനുശേഷം ഇസ്മേ ടൂട്ടാ പഹിയ ലഘുമാനവ് അഭിമന്യു ഉച്ചമാനവ് ചക്രവ്യൂഹ സമസ്യായെ മഹാരഥി അധികാരി ആദി കാ പ്രതീക് ഹൈ എടുത്തു പറഞ്ഞിരിക്കുന്നു. ഇസ് കവിത മേ ടൂട്ടാ പഹിയ ലഘുമാനവ് കാ പ്രതീക് ഹൈ. प्रस्तुत पंक्तियों में महाभारत युद्ध के अधर्म की ओर संकेत किया है. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി കഴിഞ്ഞു അല്ലെ. ഇനി ബാക്കി കവിതയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ, അതും കൂടെ ജനറലൈസ് ചെയ്ത് നമ്മൾ എഴുതി ഉൾപ്പെടുത്തി കൊടുക്കണം. യഹാ കൗരവ പക്ഷ കെ മഹാരഥി നിരായുധ അഭിമന്യു പർ ആക്രമൺ കർത്തേ ഹെ. ഇവിടെ കൗരവ പക്ഷത്തുള്ള അധികാരികള് നിരായുധനായിട്ടുള്ള അഭിമന്യുവിനെ ആക്രമിക്കുന്ന കഥയാണ് അല്ലെ ഒരു കവിതയിൽ പറയുന്നത്. महारथी ये असत्य जानकर भी अभिमन्यु को कुचल देना चाहता है. ഇവിടെ മഹാരഥിമാർക്ക് അറിയാം അവർ ചെയ്യുന്നത് തെറ്റാണെന്ന്, എന്നിട്ട് പോലും ഇവിടെ അഭിമന്യുവിനെ ചവിട്ടി മെതിക്കുകയാണ്. കവി कहना चाहते हैं कि अंतिम विजय अधर्मियों का नहीं धर्मियों का है. निरायुध पर आक्रमण करना सत्य के विरुद्ध है. जरूरत के अवसर पर अभिमन्यु टूटे पहिए का सहारा लेता है. उसी प्रकार सच्चाई की स्थापना के लिए हमारे सामने जो भी चीज आएगी उसे बेकार मत समझना. आज के समाज के शोषित जन शोषण के विरुद्ध आवाज उड़ाने का आह्वान भी इसमें है. അപ്പൊ ഇവിടെ പറയുന്നത് നമ്മുടെ സത്യം അല്ലെങ്കിൽ ജയം എന്നുള്ളത് ധർമ്മത്തിന്റെ കൂടെയാണെന്നും അധർമ്മികളുടേതല്ലെന്നുമാണ് ഈ ഒരു കവിതയിൽ നമുക്ക് തരുന്ന സന്ദേശം. ഓക്കെ, ഇനി നമുക്ക് ഹതാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന കവിതയുടെ കുറച്ച് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഹതാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്നുള്ളത് നരേഷ് സക്സേന എഴുതിയ ടിപ്പണി നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ വിനോദ് കുമാർ ശുക്ലജി എഴുതിയ കവിതയും നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ ഹതാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്നുള്ള കവിത എഴുതിയത് വിനോദ് കുമാർ ശുക്ലജി ആണ്, മറക്കരുത്. ഇനി ഇതിന്റെ ടിപ്പണി എഴുതിയ സാരാംശം എഴുതിയ ആളാണ് ആര്? നരേഷ് സക്സേന. ഓക്കെ, നോക്കാം. വൺ വേർഡ് ചോദ്യങ്ങൾ നോക്കാം. ഹതാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ किसकी कविता है? विनोद कुमार शुक्ल जी की. हताशा से एक व्यक्ति बैठ गया था टिप्पणी किसकी है? नरेश सक्सेना की. हताशा से एक व्यक्ति बैठ गया था പാഠ് കാ സന്ദേശ് ക്യാ ഹെ. എന്താണ് ആ പാഠത്തിന്റെ മുഴുവനായ സന്ദേശം? മനുഷ്യക്കോ മനുഷ്യക്ക് തര ജാനനെ കി പ്രേരണ. അതായത് ദോ മനുഷ്യോं के बीच മനുഷ്യതാ കാ എഹ്സാസ് യാനി മാനവീയ സംവേദന ഹോനി ജറൂരി ഹെ. അല്ലെ, രണ്ട് മനുഷ്യർക്കിടയിൽ മനുഷ്യത്വം വേണം. അല്ലെ, മാനവീയ സംവേദന എന്താണ്? മനുഷ്യത്വം അത് വേണം. ജാൻകാരിയാം ജറൂരി നഹി ഹെ, അറിയണം എന്നൊരു നിർബന്ധവും ഇല്ല എന്നാണ് പറയുന്നത്. നോക്കാം. जानना शब्द की रूढ़िग्रस्त अर्थ क्या है? നമുക്കറിയാം അല്ലെ, ഈ ഒരു ചാപ്റ്ററിൽ കവി അറിയുക എന്ന വാക്കിന്റെ രൂഢീഗ്രസ്ത ആധാരത്തിനെ കുറിച്ചും അതുപോലെ തന്നെ അറിയുക എന്ന വാക്കിന്റെ ശരിക്കുമുള്ള അർത്ഥത്തെ കുറിച്ചും പറയുന്നുണ്ട്. രൂഢീഗ്രസ്ത ആധാർ എന്തൊക്കെയായിരുന്നു? ജാനന ശബ്ദ കി രൂഢീഗ്രസ്ത ആധാർ ഹെ നാം പത്ത ഉമ്ര ജാതി ഓഹദ എന്നിവ. എന്തൊക്കെയാണ്? നാം പത്ത ഉമ്ര ജാതി ഓഹദ എന്നുള്ളത് രൂഢീഗ്രസ്ത ആധാരാണ്. ജാന്ന ശബ്ദ കി രൂഢീഗ്രസ്ത ആധാരാണ്. ഓക്കെ, ഇനി ജാന്ന ശബ്ദ കി സഹി ആധാർ എന്തൊക്കെയാണ്? ഓക്കെ, ഹതാശ, നിരാശ, അസഹായത. ഇതാണ് ജാന്ന ശബ്ദ കി
असली आधार. ओके, നോക്കൂ, जानने का असली आधार क्या है? हताशा, निराशा, असहायता या संकट से जानने का असली आधार है. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മൾ 2 ചാപ്റ്റേഴ്സ് ആണ് വളരെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞത്. ഹതാശ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ ദാൽ ഒരു റൈറ്റർ എക്സ്ട്രാ ഉണ്ട് അല്ലേ? അപ്പൊ അതിലൊരു കവിയും ഉണ്ട്, അതുപോലെ തന്നെ എക്സ്ട്രാ ഒരു ടിപ്പണിക്കാരും ഉണ്ട്. ടിപ്പണിക്കാരന്റെ പേരെന്താണ്? നരേഷ് സക്സേന അല്ലെ? അപ്പൊ ആ പാഠത്തിൽ പറയുന്ന കുറച്ച് പോയിന്റ്സുകൾ ഉണ്ട്. എന്താണ്? ഹിന്ദി കെ പ്രസിദ്ധ കവി വിനോദ് കുമാർ ശുക്ല ജി की कविता है हताशा से एक व्यक्ति बैठ गया था. അടുത്ത പോയിന്റ് എഴുതാണ് എന്ത്? इस कविता पर नरेश सक्सेना ने टिप्पणी लिखी. ओके, इस कविता में कवि कहते हैं जानना शब्द की रूढ़िग्रस्त आधार എന്തൊക്കെയാണ്? नाम, पता, उम्र, जाति, ओहदा. उनके अनुसार जानना शब्द की सही आधार क्या क्या है? हताशा, निराशा, असहायता. ओके, इस कविता की प्रमुख അല്ലെങ്കിൽ इस कविता के केंद्र बिंदु क्या है? അതായത് ഈ ഒരു കവിതയിലെ ആശയം എന്താണ്? മനുഷ്യക്ക് തരൽ ജാനേക്ക് പ്രേരണ. ഇത്രയുമാണ് എന്ത്? ഹതാശ സേ ഏക് വ്യക്തി ബൈഠ് ഗയാ എന്ന ചാപ്റ്ററിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.